വെൽക്കം ബാക്ക് ടു ടാരോ വിത്ത് ഷംല. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യുകയും മെസ്സേജ് അയക്കുകയും നിങ്ങളടുത്ത് വരികയും പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു പേഴ്സൺ ആയിരുന്നു. പെട്ടെന്നാണ് അവർ നിങ്ങളെ കോൾ ചെയ്യുന്നില്ല, വിളിക്കുന്നില്ല. റീസൺ എന്താണ്, അവരുടെ കറണ്ട് എനർജി എന്താണ്, സിറ്റുവേഷൻ എന്താണ്, നമുക്ക് നോക്കാം. ആ പേഴ്സൺ എന്തുകൊണ്ട് പെട്ടെന്ന് നിങ്ങളുടെ കോളും മെസ്സേജും നിങ്ങൾക്ക് വരുന്നതൊക്കെ നിർത്തിവെച്ചു എന്നുള്ളത് നോക്കാം. റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക. ജനറൽ റീഡിംഗ് ആണ്. റിലേഷൻഷിപ്പ് ഓക്കെ, നമുക്ക് നോക്കാം. പ്ലീസ് ടൈപ്പ് മീ യൂണിവേഴ്സ്, പ്ലീസ് ടൈപ്പ് മീ, 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 പ്ലീസ് ടൈപ്പ് മീ, പ്ലീസ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ട് നിങ്ങളെ വിളിക്കുന്നില്ല, വരുന്നില്ല, മെസ്സേജ് അയക്കുന്നില്ല? 3 ഓഫ് വാണ്ട്സ് ആണ്. ഒരു യാത്രയ്ക്ക് കഴിഞ്ഞ് നിൽക്കുകയാണ് ആ പേഴ്സൺ. ഇങ്ങോട്ടോ പോകാൻ ഉള്ളൊരു ഇതിലാണ്. ദ വേൾഡ് ആണ്. ഒരു കാലചക്രം തിരിഞ്ഞു വരുന്നുണ്ട്. അവരുടെ ഒരു സമയമാറ്റവും കൂടിയാണ്. നൈറ്റ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് കപ്സ് ആണ് പിന്നെ വന്നത്. നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ട് റൊമാൻറ്റിക് ആൻഡ് ചാർമിങ് ആണ്. ഇമോഷണലി പ്രഷർ ആണ്. സ്നേഹമായി കൊടുക്കാനായി പോകുന്ന ഒരാളുടെ ഒരു പിക്ചറാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. സ്ലോ ആണ്. ഒരു കാർഡ് കൂടി നമുക്ക് എടുക്കാം. 10 ഓഫ് കപ്സ്. അവരുടെ ഫാമിലിയും ഒക്കെ ആയിട്ട് അവർ സന്തോഷമായിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പം നിങ്ങളടുത്ത് വരാത്തതും നിങ്ങളെ അന്വേഷിക്കാത്തതും മെസ്സേജ് അയക്കാത്തതൊക്കെ. അവർ സന്തോഷമായിരിക്കുന്നു. ഓരോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇങ്ങോട്ട് പോകാനുള്ള പുറപ്പാടിലാണ്. നമുക്ക് ഫസ്റ്റ് വന്നത് അതാണ്. ഈ കാർഡ്സ് ഒന്നുകൂടി ഒന്ന് റീഡ് ചെയ്യാം. ഓക്കെ, വേൾഡ് എന്ന് പറഞ്ഞ കാർഡും ആണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വന്ന കാർഡ് 3 ഓഫ് വാണ്ട്സ് ആണ്. 3 ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞാൽ വിഷണറി, പോസിറ്റീവ്, പേഷ്യൻ്റ്, കോൺഫിഡൻറ്റ്, ലീഡർഷിപ്പ്, അല്ലെങ്കിൽ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലുള്ളൊരു എനർജി ആയിട്ടാണ് നിൽക്കുന്നത്. പ്രോഫിറ്റ്, എന്തെങ്കിലുമൊക്കെ ഫൈനാൻഷ്യലി പ്രോഫിറ്റ് കിട്ടുമോ, ഗ്രോത്ത് കിട്ടുമോ എന്നൊക്കെ നോക്കി പോവുകയാണ് സക്സസ്സിന് വേണ്ടിയിട്ട്. ഡിസ്ട്രാക്ട് റിലേഷൻഷിപ്പ്, ഹോപ്പ് ഫോർ ഫ്യൂച്ചർ, വോൾട്ടിങ്, കോൺഫിഡൻറ്റ്. അതായത് ഒരു ഡിസ്റ്റൻസ് വെച്ചത് അവർക്കൊരു ഫൈനാൻഷ്യൽ ഇൻകം ഇൻക്രീസ് ചെയ്യാനൊക്കെ ഉള്ള വഴി തേടി പോകാമെന്നു. അതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കാത്തതും മെസ്സേജ് അയക്കാത്തതും വരാത്തതൊക്കെ. അവരുടെ ആ കാലചക്രം, അവരുടെ ആ സമയം മാറ്റം, അവർക്ക് ബുദ്ധിമുട്ടുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അവർ പൂർത്തീകരണം, ദ വേൾഡ് എന്ന് പറഞ്ഞ കംപ്ലീഷനാണ്, ഫുൾഫിൽഡ് ആണ്, എല്ലാം മതിയായി സക്സസ്ഫുള്ളാണ്. ഒരു കാലചക്രം കറങ്ങിത്തീരുമ്പോൾ റൊട്ടേഷൻ ഉണ്ടല്ലോ, ഓരോ ജീവിതത്തിനും ഓരോ കാലഘട്ടങ്ങളുണ്ട്. ആ കാലഘട്ടങ്ങളുടെ ഒരു കംപ്ലീഷനിൽ വന്ന് നിൽക്കുകയാണ്. അബണ്ടൻസിന്, അച്ചീവ്മെൻറ്റിനെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൈനാൻഷ്യൽ സക്സസ്സിന്, ഗ്രോത്തിന്, പ്രൊമോഷന്, ഗോൾ അച്ചീവ്മെൻറ്റ് ഒക്കെ കുറച്ച് അവരുടെ ലൈഫിൽ കുറച്ച് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോകാനുള്ളൊരു യാത്രയും തയ്യാറെടുപ്പും ഒക്കെയാണ്. ഫൈനാൻഷ്യൽ ഗ്രോത്തിന് വേണ്ടിയിട്ടും കരിയർ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടും ഒക്കെ അവർക്ക് ആ സ്നേഹം ഇപ്പോഴും ഉണ്ട്. നിങ്ങളടുത്ത് സ്റ്റില്ലാണ്, ഇപ്പോഴും ഉണ്ട്. ഇമോഷണലി നിങ്ങളായിട്ട് അറ്റാച്ച്ഡ് തന്നെയാണ്. റൊമാൻറ്റിക്, ചാർമിങ്, ഇമോഷണൽ ഒക്കെയാണ്. അവരുടെ ഈ ഒരു സാഹചര്യം എല്ലാം കൊണ്ടും ഒക്കെയാണ്. ഇൻസ്പയർഡ് ആക്ഷൻ ഒന്നും എടുക്കാതെ, കോളൊന്നും ചെയ്യാതെ, സെൻസിറ്റീവായി ബാലൻസ് ചെയ്ത് അവർ കൊണ്ടുപോവുകയാണ് അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട്. ലവിങ് നേച്ചർ, മാരേജ്, ഇമോഷണൽ, വർക്കിംഗ്, സാറ്റിസ്ഫാക്ഷൻ, ടീം വർക്ക്, അങ്ങനെ അവരൊരു കൂട്ടായ്മയായിട്ട് അവരുടെ കുടുംബം, ആൾക്കാരൊക്കെ ആയിട്ട് അവർ ഒന്ന് എൻജോയ് ചെയ്ത് പോകുന്നു. അതുമാത്രമല്ല, അവർ പുതിയൊരു ഘട്ടത്തിലേക്ക് മാറണം എന്നവർ ചിന്തിച്ച് മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുള്ള യാത്രകളും ആളുകളെ കണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സഹകരിച്ച് അതിനുള്ള മാറ്റങ്ങൾ വരുത്താനും ഒക്കെയാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ അടുത്തുള്ള സ്നേഹം അവരുടെ ഉള്ളിലുണ്ട്, അവർക്കുണ്ട് ആ സ്നേഹം. സ്നേഹമായ ഒരു അതും മനസ്സിൽ പേറിയാണ് അവർ ഈ നടക്കുന്നത്. നിങ്ങളോടുള്ള ആ സ്നേഹവും മനസ്സിൽ പേറി നടന്നാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഫാമിലിയായിട്ട് പോകുമ്പോഴും അവരുടെ പുതിയൊരു ഇതിലേക്ക്
മാറുമ്പോഴും എല്ലാം അവർ അങ്ങനെ ഈ സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അവർ പോകുന്നത്. അവരുടെ സാഹചര്യങ്ങളൊക്കെയാണ് അവർക്ക് ഇത് നിങ്ങളടുത്ത് വരാനും വിളിക്കാനും സംസാരിക്കാനും മെസ്സേജ് അയക്കാനൊന്നും ചെയ്യാതെ. അവരൊന്ന് സ്റ്റേബിൾ ആവട്ടെ, അവരൊന്ന് ഫിനാൻഷ്യലി കറക്റ്റ് ആവട്ടെ, അബഡൻസ് വരട്ടെ എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ്. അതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക. റിലേഷൻഷിപ്പ് റീഡിംഗ് ആയിരുന്നു. ഞാൻ റെക്കി ഹീലിംഗും ചെയ്യുന്നുണ്ട്, ഓറ സ്കാനിങ്ങും ചെയ്യുന്നുണ്ട്. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. താങ്ക് യു യൂണിവേഴ്സ്. എല്ലാവരും സന്തോഷമായിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. നല്ലത് ചിന്തിച്ചാൽ നമുക്ക് നല്ലത് തന്നെ നടക്കത്തുള്ളൂ. നമ്മൾ എത്രത്തോളം മോശമായും ചിന്തിക്കുകയും ആ വഴികളിലൂടെ സഞ്ചരിക്കുകയും നമുക്ക് തിരിച്ചും കർമ്മ തിരിച്ചും അത് തന്നെ നമുക്ക് തരത്തുള്ളൂ. അതുകൊണ്ട് നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. ആർക്കും ബുദ്ധിമുട്ട് നമ്മൾ നല്ലതെന്ന് കരുതി ചെയ്യുന്ന പോലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും. നമ്മൾ ഒരാളടുത്ത് നിൽക്കുമ്പോൾ അത് രീതിയിൽ നിൽക്കുക. അവർക്ക് പറ്റുമോ, നമ്മളെ കൊണ്ട് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് ആൻഡ് ടേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മാനുവൽ ലൈഫ്, ഒരു മനുഷ്യൻ്റെ ലൈഫ് പൂർത്തീകരണത്തിലേക്കും സക്സസ്സിലേക്കൊക്കെ പോകത്തുള്ളൂ. അത് ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ നിന്ന് ബുദ്ധിമുട്ടിക്കാതിരിക്കുക, മുന്നോട്ട് പോവുക. അവർ സ്വന്തം കാര്യങ്ങൾ നോക്കി സ്വന്തം സ്റ്റെബിലിറ്റി നോക്കി പോകുക. അടുത്തവരെ സമയവും അവരുടെ ടൈമും ആരോഗ്യവും ഒന്നും ഹെൽത്തും ഒന്നും വേസ്റ്റാക്കാൻ നിൽക്കാതെ. ടൈംലെസ് ആണ്, എല്ലാവർക്കും സമയം കുറവാണ്. അന്നേരം അതനുസരിച്ച് എല്ലാവരുടെയും സമയം വിലപ്പെട്ടതാണ്. അന്നേരം അതനുസരിച്ച് മുന്നോട്ട് പോവുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്.